മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് ദൈവം ഇറങ്ങി വന്നപ്പോൾ ജനിക്കാൻ പോലും ഇടം കിട്ടിയില്ല. സത്രങ്ങളിൽ പലയിടത്തൊക്കെ ചെന്ന് നോക്കിയിട്ട് ഈശോയ്ക്ക് ജനിക്കാൻ ഒരവസരം കിട്ടാതെ യേശു പിതാവും മാതാവും വളരെയേറെ കഷ്ടത അനുഭവിച്ച രംഗം നമ്മളൊന്ന് ഓർക്കുക. മനുഷ്യൻ്റെ ജീവിതം സുന്ദരമാകുന്നത് അവന് പ്രതീക്ഷയോടും ശുഭാപ്തി വിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോകാൻ സ്വസ്ഥമായൊരിടം വേണം. ജീവിതത്തിൻ്റെ അനിവാര്യതയാണത്. നമ്മളിവിടെ 4 ഭവനങ്ങൾ പണിതുയർത്തിയിട്ടുണ്ട്. 4 കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകാനും അവരുടെ ജീവിതത്തിന് പ്രതീക്ഷ നൽകാനും ഇടയാകുന്ന വലിയ സംഭവമാണ്. പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുന്നത് ഒരു ജീവകാരുണ്യ പ്രവൃത്തിയാണ്. നമ്മുടെ എല്ലാവരോടും അത് ആവർത്തിക്കാൻ ഈശോ നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. നമ്മളിവിടെ 4 വീടുകൾ ക്രിസ്മസ് സമ്മാനമായിട്ട് 4 കുടുംബങ്ങൾക്ക്, സ്ഥലവും വീടും ഇല്ലാത്ത 4 കുടുംബങ്ങൾക്ക് നൽകുകയാണ്. മാത്രമല്ല ഇത് ഈ വർഷം കാഞ്ഞൂർ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വർഷമാണ്. 1025 വർഷ ജൂബിലി കൊണ്ടാടുന്ന വർഷമാണ്. AD 1001 കാഞ്ഞൂർ പള്ളി സ്ഥാപിതമായത്. പള്ളി ഇവിടെ വന്നതിന് ശേഷം 1025 വർഷങ്ങൾ പിന്നിടുന്നതുകൊണ്ട് ആ ഒരു ജൂബിലി വർഷത്തിൻ്റെ സ്മാരകമായിട്ട് കൂടിയാണ് നമ്മൾ ഈ ഭവനങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ഒട്ടേറെ പേരുടെ സാമ്പത്തിക സഹായവും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. മുമ്പ് വേറെ സ്ഥലത്ത് വീടുകൾ പണിയാനായിട്ട് ആലോചന ഉണ്ടായിരുന്നെങ്കിലും അവിടെയൊന്നും വീട് പണിയാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് അത് ഉപേക്ഷിച്ചുകൊണ്ടാണ് മറ്റെവിടെയെങ്കിലും നമുക്ക് പണിയാൻ പറ്റുമോ എന്ന ആലോചന നടത്തി ആദ്യം ഇവിടെ ഇത്രയും സ്ഥലത്ത് 3 നിലകളിലായിട്ട് 15 വീടുകൾ 14ഓളം വീടുകൾ പണിയാനായിട്ടുള്ള ഒരു പ്ലാൻ ഒരുക്കിയിരുന്നു. അങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മയായിട്ട് ഈ ഇട്ടാവട്ടം ചെറിയ സ്ഥലത്ത് 15 സെൻറ്റ് സ്ഥലത്ത് 15ഓളം വീട്ടുകാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഉണ്ടാകാവുന്ന അവിചാരിതമായ അല്ലെങ്കിൽ സാധാരണഗതിയിലുണ്ടാകാവുന്ന പോരായ്മകൾ, അവിടെ ഉണ്ടാകാവുന്ന അസ്വസ്ഥതകൾ, അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തീരുമാനം വീണ്ടും മാറ്റി 4 ഭവനങ്ങൾ മാത്രമായിട്ട് ചുരുക്കിക്കൊണ്ട് ആ 4 സ്ഥലം ഉൾപ്പെടെ ആ 4 വീട്ടുകാർക്ക് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെയാണ് ഇന്ന് ഈ ഭവനങ്ങൾ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി വെഞ്ചരിക്കുക. നാളെ വൈകിട്ട് ബോർണത്താലെ പ്രോഗ്രാം നടക്കുന്നതിനിടയിൽ അതിൻ്റെ സമാപനത്തിൽ പള്ളി ഗ്രൗണ്ടിലെ സ്റ്റേജിൽ വെച്ച് ആ 4 കുടുംബങ്ങൾക്കും അതിൻ്റെ താക്കോലുകൾ നൽകി പിന്നെ അവർക്കത് സ്വതന്ത്രമായിട്ടും പൂർണ്ണമായിട്ടും അവരുടെ കൈവശത്തിൽ ആയിരിക്കും. അവർക്ക് നാളെ വൈകിട്ട് മുതൽ അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. പള്ളിയുടെ തിരുനാളുകളിൽ ആഘോഷങ്ങളിൽ ഉണ്ടായിരുന്ന മിച്ചം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചെലവുകൾ കഴിഞ്ഞിട്ട് ബാക്കി തുക വരുന്നതിൻ്റെ നല്ലൊരംശം 25% ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കണമെന്ന് മുമ്പേ പള്ളി തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ വർഷവും പള്ളിയുടെ പ്രധാനപ്പെട്ട തിരുനാൾ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ തിരുനാളിൻ്റെ ബാലൻസ് വരുന്ന തുക അതിൻ്റെ നല്ലൊരു ഭാഗം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഒട്ടേറെ വ്യക്തികൾ ചെറുതും വലുതുമായ സംഭാവനകൾ ഇതിലേക്ക് പൂൾ ചെയ്തിട്ടുണ്ട്. മൊത്തം ഏതാണ്ട് 38 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഈ 4 വീടുകൾ നിർമ്മിക്കാൻ. സ്ഥലത്തിൻ്റെ വിലയല്ല, വീടുകൾ നിർമ്മിക്കാൻ മാത്രം. അത്രയൊക്കെ പണം ചെലവഴിച്ച് ഇവിടെ താമസിക്കാൻ വരുന്നവർക്ക് അത് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് നൽകാൻ നമ്മളെല്ലാവരും കൂടി കൂട്ടായൊരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഇന്നിവിടെ ഫലപ്രദമായിട്ട് നടപ്പിൽ വരികയാണ്. നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ഇങ്ങനെയൊരു വലിയൊരു ജീവകാരുണ്യ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്താനായിട്ട് മനസ്സുള്ളവർ നമ്മുടെ ഇടവകയിൽ ഓരോ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചുകൊണ്ടിരുന്നപ്പോൾ തീരുമാനങ്ങൾ എടുത്തിരുന്നു. ആ തീരുമാനങ്ങളൊക്കെ ചില സന്ദർഭങ്ങളിൽ നടത്താൻ പറ്റാതെ പോയിട്ടുണ്ട്. എങ്കിലും ഈ ഒരു തീരുമാനം അവസാനത്തെ ഈ 4 വീടുകൾ പണിയാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ അതൊന്ന് പൂർത്തിയായി. നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യാനായിട്ട് ഒരു അവസരം നമുക്ക് കിട്ടിയതും അത് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിച്ചതും ദൈവം നമ്മോടുകൂടെ ആണ്. ദൈവം എമ്മാനുവേലാണ്. ഇതിൻ്റെ അർത്ഥം തന്നെ ദൈവം നമ്മോടുകൂടെ എന്നാണ്. ആ ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു പ്രത്യക്ഷ സൂചനയായിട്ട് തന്നെ ഈ ഭവനങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഇവിടെ താമസിക്കാൻ വരുന്നവരെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. അവരുടെ ജീവിതം പ്രത്യാശ നിർഭരവും പ്രതീക്ഷയുള്ളതും ജീവിതത്തിലേക്ക് ശുഭാപ്തി വിശ്വാസം നൽകുന്നതുമായി അവർ വളർന്നു വരട്ടെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒട്ടേറെ പേരുടെ
സാന്നിധ്യവും സഹായവും മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പള്ളിയിൽ ഒരു നിർമ്മാണ കമ്മിറ്റി തന്നെയുണ്ട്. ആ കമ്മിറ്റി പലവട്ടം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മീറ്റിംഗ് കൂടി ആലോചന നടത്തി ഇതിൻ്റെ വർക്കിൻ്റെ സൂപ്പർവിഷനൊക്കെ നടത്തിക്കൊണ്ടിരുന്നിരുന്നു. ഇതിൻ്റെ ആർക്കിടെക്റ്റുമാരെയും നമ്മൾ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. ഈ അവസരത്തിൽ വർക്ക് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സഹായിച്ചുകൊണ്ടിരുന്ന അതിനു വേണ്ടി പ്ലാനും പദ്ധതികളൊക്കെ പഞ്ചായത്ത് തലങ്ങളിലൊക്കെ ഏർപ്പെടുത്തേണ്ടി വന്ന വ്യക്തികളെയും നമ്മൾ പ്രത്യേകം ഓർക്കുന്നു. എഞ്ചിനീയർ സൗമ്യയെയും പ്രത്യേകം ഓർക്കുന്നു. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയത് എടശ്ശേരി ബാബു ഈജയാണ്. വളരെ മിതമായ നിരക്കിൽ സാധാരണ ഒരു വീട് പണിയുന്നതിന് സ്ക്വയർ ഫീറ്റിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രമാത്രം തുക വരുമെന്ന്. വളരെ ഏറ്റവും മിനിമമായ നിരക്കിൽ ഈ ഭവനങ്ങൾ പണിത് പൂർത്തിയാക്കാനായിട്ട് ബാബു മുന്നോട്ട് വന്നു. ബാബുവിനെ നന്ദിയോടെ ഓർക്കുകയാണ്. ബാബുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വിജയങ്ങൾ നേരുകയാണ്. കൂടുതൽ പ്രവർത്തനങ്ങൾ ബാബുവിനെ ഏറ്റെടുത്ത് ചെയ്യാൻ ഇടവരട്ടെ എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ദൈവം നൽകിയ ഈ വലിയ ദാനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വെഞ്ചരിപ്പ് കർമ്മത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനകൾ ഇവിടെ പൊതുവായിട്ട് ചൊല്ലിയിട്ട് 4 അച്ഛന്മാരും 4 വീട്ടിൽ അതിൻ്റെ ബാക്കിയുള്ള ശുശ്രൂഷകൾ അനുഷ്ഠാനങ്ങൾ നടത്തുകയാണ്. വെഞ്ചരിപ്പും അനവെള്ളം തളിക്കലും നമുക്ക് ഓരോ വീട്ടിലും ഓരോ അച്ഛൻ ഒരേ സമയത്ത് തന്നെ നടത്തുന്നതാണ്. നമുക്ക് നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ ഈ ഭവനങ്ങളുടെ പ്രകാശവും ഇതിൽ വസിക്കാൻ പോകുന്നവരുടെ മാർഗദീപവുമായിരിക്കട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളോടുള്ള സ്നേഹത്താൽ മനുഷ്യനായി അവതരിക്കുകയും പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി ഞങ്ങളെ വീണ്ടെടുത്ത് ദൈവമക്കളാക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ നന്മയ്ക്കുമായി ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ഭവനങ്ങളിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന രൂപങ്ങൾ കർത്താവ് മിശിഹായുടെയും പരിശുദ്ധാമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും രൂപങ്ങൾ ആശീർവദിക്കണമേ. ലോകാവസാനത്തോളം ഞങ്ങളോടുകൂടിയുള്ള അങ്ങയുടെ സജീവ സാന്നിധ്യത്തിൻ്റെയും രക്ഷാകര പ്രവൃത്തിയുടെയും അനുഗ്രഹീത സ്മരണ ആ രൂപങ്ങൾ ഞങ്ങളിൽ ഉളവാക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവൻ എന്നരുളി ചെയ്ത മിശിഹായെ, അങ്ങയുടെ പക്കൽ നിരന്തരം അണയുവാൻ ഈ രൂപങ്ങൾ ഞങ്ങൾക്ക് പ്രേരണയരുളട്ടെ. ഇത് സ്ഥാപിക്കപ്പെടുന്ന ഈ ഭവനങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഈ രൂപങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിക്കാനായി ഒരുമിച്ച് കൂടുന്നവരുടെ യാതനകൾ സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കുകയും നന്മയിൽ നിലനിർത്തുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പർദീസാവിന് വാസസ്ഥലമായി നൽകുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പൈതൃകമായ പരിപാലനയും ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ ഭവനങ്ങളെയും ഇതിൽ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആവർത്തിച്ചൊല്ലാനുള്ള സങ്കീർത്തന ഭാഗം. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചവിരിച്ച പുൽത്തകടികളിൽ അവിടുന്ന് എന്നെ മേയിക്കും, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കും. അവിടുന്ന് എന്റെ കൂടെ ഉള്ളതിനാൽ മരണത്തിന്റെ താഴ്വരയിൽ കൂടെ നടക്കുവാനും ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല. അവിടുത്തെ നന്മയും കരുണയും എന്നും എന്നെ പിന്തുടരും. എന്റെ ആയുഷ്കാലം മുഴുവനും കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിനിടയിലാകുന്നു, എനിക്കൊന്നിന് കുറവുണ്ടാവുകയില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ഭവനങ്ങളെ അങ്ങയുടെ വാസസ്ഥാനമായി സ്വീകരിക്കണമേ. അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഈ കുടുംബങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങ് കൂടെയുള്ളപ്പോൾ ഒന്നിനും കുറവുണ്ടാവുകയില്ലെന്നുള്ള ബോധ്യം ജീവിത ക്ലേശങ്ങളിൽ ഇവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനേ, പരിശുദ്ധനായ നിങ്ങളുടെ
എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കുമെന്ന് അരുളി ചെയ്ത മിശിഹായി, അങ്ങേ വചനം ശ്രദ്ധിക്കുവാനും അങ്ങേ തിരുഹിതം നിറവേറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ പോലെ ധാരാളം ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായെ, അങ്ങേ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂല് നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായി പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ സ്നേഹപിതാവായ ദൈവമേ, ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിത കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ച് അങ്ങയുടെ സ്നേഹത്തിന് അർഹരാകുവാൻ സ്നേഹപിതാവായ ദൈവമേ, ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. അധ്വാനവും പ്രാർത്ഥനയും വഴി യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് നിരന്തരം അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ സ്നേഹപിതാവായ ദൈവമേ, ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യം, ദയ, വിനയം, ക്ഷമ തുടങ്ങിയ സുഹൃതങ്ങൾ അഭ്യസിച്ച് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ സ്നേഹപിതാവായ ദൈവമേ, ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരെ സഹായിക്കുവാനും അയൽക്കാരോട് സ്നേഹപൂർവ്വം പെരുമാറുവാനും സ്നേഹപിതാവായ ദൈവമേ, ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ജീവിത ക്ലേശങ്ങളും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ സ്നേഹപിതാവായ ദൈവമേ, ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുകുടുംബത്തെ അനുകരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാൻ സ്നേഹപിതാവായ ദൈവമേ, ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഭാഗ്യമുള്ള മരണം വഴി അവസാനം അങ്ങയെ പ്രാപിക്കുവാൻ സ്നേഹപിതാവായ ദൈവമേ, ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സഹായ സഹകരണങ്ങൾ നൽകിയിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭവനങ്ങളിൽ താമസിക്കാൻ വരുന്നവർ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി സഹവർത്തിത്വത്തോടും കൂടി ജീവിക്കുവാൻ, സ്നേഹത്തിൽ വ്യാപരിക്കാൻ, ആരോഗ്യത്തോടും ശുഭപ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി ജീവിക്കുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവമേ, ഈ ഭവനങ്ങളെ അങ്ങ് ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇവയിൽ വസിക്കാൻ വരുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകം കുടുംബമാകയാൽ അങ്ങയുടെ പൈതൃകമായ പരിപാലനയിൽ ഇവരെ സംരക്ഷിക്കണമേ. അങ്ങ് ഈ കുടുംബാംഗങ്ങളുടെ മധ്യേ എന്നും വസിച്ചുകൊണ്ട് ഇതിനെ പ്രാർത്ഥനയുടെയും സമാധാനത്തിൻ്റെയും ഭവനമാക്കണമേ. ജീവിതത്തിലെല്ലാ നിമിഷവും അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുവാൻ ഇവരെ സഹായിക്കണമേ. ഈ കുടുംബങ്ങളിൽ അധിവസിക്കാൻ വരുന്ന കുഞ്ഞുമക്കളെയും സംരക്ഷിക്കണമേ. പരിശുദ്ധരായി വളരാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ മുദ്രിതമാകുന്ന ഈ ഭവനങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാവിധ വൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് ഈ ഭവനങ്ങളും ഇവയിൽ വസിക്കുന്നവരും വിമോചിതരും സുരക്ഷിതരുമാകട്ടെ. ആമേൻ. പ്രതിഷ്ഠ.
ഹൃദയമേ ഈ കുടുംബങ്ങളെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഈ ഞങ്ങളുടെ ഈ കുടുംബങ്ങളിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബങ്ങളിൽ അധിവസിക്കാൻ വരുന്നവരെയും ഇവരിൽ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നത് വരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും മാറിയ ഔസേപ്പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും നിന്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ മറിയത്തിന്റെ വിമല ഹൃദയമേ വിശുദ്ധ ഔസേപ്പിതാവേ വിശുദ്ധ മർഗരീത്ത മറിയമേ കുടുംബങ്ങളിലും അധിവസിക്കാൻ വരുന്നവരും വളർന്നു വരട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഓരോ ഭവനങ്ങളിലും ഓരോ അച്ഛന്മാർ നരനുടെ നിലവിളിക്കെടുത്തവരെ മർദ്ദനമേറ്റു മരിച്ചവരെ പാപം കൂട്ടിയ നാഗത്തിൻ പാവനവാസവരെ ഭാരമെടുത്തു കുഴഞ്ഞവരെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഐശ്വര്യത്തിലും സമൃദ്ധിയിലും കർത്താവ് നിങ്ങളെ പരിപാലിക്കട്ടെ. മുട്ടുപാടുള്ളവരെ സഹായിക്കാനുള്ള സന്മനസ് നിങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ലെനിൻ, അങ്ങനെയുള്ള ജനപ്രതിനിധികളെല്ലാവരും ഉണ്ട്. ജനപ്രതിനിധികളായിരുന്നവരുണ്ട്, ഒരുപക്ഷെ ഇനി ആകാനിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാവർക്കും ചായ ഒരുക്കിയിട്ടുണ്ട്, അതിലെല്ലാവരും പങ്കുചേരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ സന്തോഷ മുഹൂർത്തത്തിൽ സന്നിഹിതരായ നിങ്ങളെ ഓരോരുത്തരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം ഇങ്ങനെയൊരു സംരംഭം തുടങ്ങാനുള്ള നല്ല മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടായി. അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ നല്ല മനസ്സുകളുള്ളവർ, സഹായ സന്നദ്ധതയുള്ളവർ മുന്നോട്ട് വന്നു. അതുകൊണ്ടൊക്കെയാണ് ഇതൊന്ന് പൂർണ്ണതയിലെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഈ 4 ഭവനങ്ങളും തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് നമ്മൾ നൽകുക. ആവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ അതിലൊരുക്കിയിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭക്ത സംഘടന വിമൻ വെൽഫെയർ സർവീസസ് ഈ 4 വീട്ടിലേക്ക് ആവശ്യമുള്ള സ്റ്റവ് സംഭാവന ചെയ്തിട്ടുണ്ട്. മറ്റു പലരും പണമായിട്ടും മറ്റു പലതായിട്ടും ഒക്കെ ഇതിലേക്ക് ചെറുതും വലുതുമായ തുകകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുക. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും
കൂട്ടായ പരിശ്രമവും ആണ് ഇത് വിജയത്തിലെത്തിക്കാൻ ഇടയാക്കിയത്. അതിലെല്ലാവരോടും നന്ദി പറയുകയാണ്. ഇതിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഏജൻസികളുമായിട്ട് ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടാൻ ഒട്ടേറെ പരിശ്രമങ്ങൾ ആവശ്യമായിരുന്നു. അതെല്ലാം പൂർണ്ണതയിലെത്തിച്ചു. കൺസ്ട്രക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ 10 പേരുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും നിരന്തരമായ ശ്രദ്ധയും അതുപോലെ തന്നെ പരിചരണവും എല്ലാം ഉണ്ടായിരുന്നു. മാർഗനിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഈ കൺസ്ട്രക്ഷൻ കമ്മിറ്റിക്ക് ചുക്കാൻ പിടിച്ചത് നമ്മുടെ റോയ് ജെയിംസ് കരുവത്തിയാണ്. അതുപോലെ തന്നെ നിർമ്മാണങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ മുന്നോട്ട് വന്ന വേറെയും കോൺട്രാക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു മിതമായ നിരക്കിൽ ഇത് ചെയ്തു തരാൻ മുന്നോട്ട് വന്ന ബാബു ജെ എടശ്ശേരിയെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഈ നിർമ്മാണത്തിന് ശാരീരിക അധ്വാനത്താൽ ഈ നിർമ്മാണം പൂർത്തിയാക്കിയ എല്ലാ ജീവനക്കാരെയും വർക്കേഴ്സിനെയും ജോലിക്കാരെയും പലവിധത്തിലുള്ള പണിക്കാർ കൺസ്ട്രക്ഷൻ പണിയുമായിട്ട് ബന്ധപ്പെട്ട് പ്ലംബിംഗ് പണി, ഇലക്ട്രിക്കൽ വർക്ക്, പെയിന്റിംഗ് പണികൾ, ഫ്ലോറിംഗ് വർക്കുകൾ, അതുപോലെ തന്നെ അകത്തുള്ള മറ്റെല്ലാ പണികളും എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിയ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റോയ്ക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അടുപ്പിൽ തീ കൂട്ടണം എന്ന് താമസിക്കാൻ വരുന്നവർ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിച്ചതുകൊണ്ട് നാലച്ഛന്മാരുടെയും സാന്നിധ്യത്തിൽ ഓരോ വീട്ടിലും ഓരോ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ ആ കുടുംബത്തിൽ വസിക്കാൻ പോകുന്നവർ തീ കൂട്ടൽ മാത്രമേ ഉള്ളൂ. ഹൗസ് വാമിങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ സമയത്ത് പാല് കാച്ചാറുണ്ട്. നമുക്കിപ്പോൾ 4 വീട്ടിൽ ഒരേ സമയത്ത് പാല് കാച്ചാനുള്ള സംവിധാനം ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ല. എങ്കിലും തീ കൂട്ടുന്നുണ്ട്. അപ്പം അതിൽ ഓരോ അച്ഛനും ഓരോ വീട്ടിൽ തിരി കൊളുത്ത് ആ വീട്ടിൽ താമസിക്കാൻ വരുന്നവരുടെ സാന്നിധ്യത്തിൽ വൈദികരെ, കൈക്കാരന്മാരായ ജോസി, കുടുംബ യൂണിറ്റിലെ 13, 14 കുടുംബാംഗങ്ങളെ, പള്ളിയുടെ മറ്റ് കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്ന കൺവീനർമാര്, ഭാരവാഹികള്, കൺസ്ട്രക്ഷൻ കമ്മിറ്റി അംഗങ്ങള്, എല്ലാവരെയും ഈ അവസരത്തിൽ വളരെ നന്ദിയോടെ ഓർക്കുന്നു. ആദ്യമായി ഇങ്ങനെ ഒരു പദ്ധതി കാഞ്ഞൂർ പള്ളി വിഭാവനം ചെയ്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞതിൽ സർവേശ്വരനോടുള്ള നന്ദി പറയുന്നു. ഈ പണി തുടക്കം മുതൽ ഡിസംബർ 1-ാം തീയതിയാണ് ഇതിന് തറക്കല്ലിട്ടത്. 2024 ഒരു വർഷം കഴിഞ്ഞു. കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ വളരെ കഠിന പരിശ്രമം ഈ മുഴുനീള പ്രവർത്തന മേഖലയിൽ ഉണ്ടായി. ഞങ്ങളെല്ലാവരും പല പ്രാവശ്യം കൂടി ആലോചിക്കുകയും ഇവിടെ നിരന്തരം സന്ദർശിക്കുകയും ഒക്കെ ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് ഇത്രയും മനോഹരമായ ഒരു ഭവനം ഇവിടെ പണിതു തീർന്നത്. അപ്പൊ എന്നോടൊപ്പം നിന്ന എല്ലാ കൺസ്ട്രക്ഷൻ കമ്മിറ്റി അംഗങ്ങളെയും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ ഇതിന് എഞ്ചിനീയർ, സൈറ്റിന്റെ ഡിസൈനും സൈറ്റ് സൂപ്പർവൈസറും ഒക്കെ ആയിട്ട് ജോലി ചെയ്ത സൗമ്യ മോൾ ജിമ്മി വളരെ ആത്മാർത്ഥതയോടുകൂടി നിരന്തരം ഇതിനെ സഹായിച്ചിരുന്നു. സൗമ്യയ്ക്ക് സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ ബാബു ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ, എനിക്ക് തോന്നുന്ന ഈ കാലയളവിൽ ബാബുവിന് ഇതിൽ നിന്ന് 1 പൈസയും ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവില്ല. ബാബുവിന്റെ അധ്വാനം വളരെ വിലപ്പെട്ടതാണ്. അത് നന്ദിയോടെ ഓർക്കുന്നു. ഭാവിയിലും ബാബുവിന് ഇത്തരം പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ നേടാൻ കൈവരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന, പ്രത്യേകിച്ച് ഈ 4 കുടുംബങ്ങൾ വളരെ സൗമ്യത്തോടും ഐക്യത്തോടും യൂണിറ്റുമായി സഹകരിച്ചും പള്ളിയുമായി സഹകരിച്ചും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും, ജനപ്രതിനിധികളെയും, എല്ലാവരെയും, നല്ലവരായ എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.